ഹലോ മച്ചാമാരെ, നമുക്കിന്ന് ചക്ക അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതാണ് സംഭവം, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതിനുവേണ്ടി ഇവിടെ തന്നെ കാച്ച ചക്കയാണിത്, വരിക്ക ചക്ക. ഞാൻ അത് കുറച്ച് പീസ് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കില്ല, വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോകും. ചെറുതായിട്ട് അടിച്ചതിന് ശേഷം ശകലം തേങ്ങ ഞാൻ ഇവിടെ ചെരുവി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു ശർക്കര എടുത്ത് അത് കുറച്ച് ചീവിത ഈ പരുവത്തിന് എടുക്കണം. ഇതെടുത്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നതിന് ശേഷം ശർക്കര അതിൽ തട്ടി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് പാവ് കാച്ചി എടുക്കണം. അപ്പോൾ പാവ് കാച്ചി എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കാം. സംഭവം ആ തിളച്ച് വരുന്ന സമയത്ത് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിച്ചോ, ഇത് കരിഞ്ഞ് ഒരുമാതിരി ആയിപ്പോൾ, അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചത് പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ വെച്ചതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം ഈ പാവ് കാച്ചി അതിൽ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ചക്ക ഇതിലിട്ട് കൊടുക്കണം. അത് തിളച്ച് വരുമ്പോൾ ഇടാവും, അതിന് മുമ്പ് എടുത്തിട്ട് കൊടുക്കലും മച്ചാനെ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടി പിടിച്ചോ. ഇതിൽ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി നന്നായിട്ട് ഇതിനെ ഈ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ എടുത്ത് തട്ടി കൊടുക്കണം. അതും തട്ടി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഈ സമയമാകുമ്പോൾ തന്നെ ഇത് നല്ലൊരു സ്മെല്ല് വരും. ഇത് നിങ്ങൾ മാക്സിമം നല്ലപോലെ ഒന്ന് ഇളക്കണം. കാരണം ഈ വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞ് നല്ലൊരു പരുവത്തി കിട്ടണം. ഏകദേശം നല്ല ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇളക്കി കൊടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിത് മാവ് എങ്ങനെയാണ് കുഴക്കണമെന്ന് നോക്കാം. മാവിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ ഈ പരുവം കിട്ടണം. ഇത് റെഡിയാക്കാം. അപ്പോൾ ഇല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് അടുത്ത് മാവിൻ്റെ നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ ശകല ഉപ്പ്, ഒരു പേരിന് ശകല ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടിയാണ് ഇതിടുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇത് ചെയ്യാവൂ. നിങ്ങൾ പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് ചെയ്ത് കളയും. ഈ നല്ല വെള്ളം ചൂടായതിനു ശേഷം അതിൽ ഉപ്പിട്ട് ഇങ്ങനെ ചെയ്യാവൂ. ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കലക്കി നമ്മൾ നല്ല കുഴച്ചെടുക്കണം. ഈ പരുവത്തിന് കിട്ടണം. ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ശകലം എണ്ണ പുരട്ടിയിട്ട് ഇതെടുത്ത് കുഴച്ചാൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടൂല. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഇതിനെ കുഴച്ചെടുത്ത് ഈ പരുവാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് ഇതൊരു ചെറിയ ബോൾ പീസാക്കി നമുക്കൊരു ഇലയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി അതിൽ ശർക്കര വെച്ചെടുക്കണം. സംഭവം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് അത്ര സക്സസ് ആയി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ രണ്ടാമത് ഞാൻ ചെയ്ത് നോക്കണം. അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത്, സക്സസ് ആയി. അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. നല്ല രീതിയിലൊന്ന് എണ്ണ കയ്യിൽ വെച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഇലയിൽ വെച്ച് പരത്തിയെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ശർക്കര ഉള്ള സാധനം നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കണം. വെച്ചതിന് ശേഷം അത് നമ്മൾ ഒരു ഇഡ്ഡലി കൂട്ടത്തിൽ വെച്ച് നമുക്കത് വ്യാപിച്ചെടുക്കാം. അതിന് ശേഷം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ എനിക്ക് ശർക്കരയിൽ അത് വെള്ളമായിപ്പോയി. കാരണം എനിക്ക് നല്ല രീതിയിൽ അത് കറക്റ്റായി കിട്ടിയില്ല. അതൊരു കുഴമ്പ് പരിവായിപ്പോയി, കുളമായി. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഞാൻ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളും ശർക്കര ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് അതേതാണ്ട് ഈ പരുവത്തിന് ഈ സംഭവം കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അടിപൊളിയിട്ട് പരത്തിയെടുത്തത് വെച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം അടിപൊളിയായി കിട്ടി സംഭവം. ഇനി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നേരെ ഒരു ഇഡ്ഡലി കുട്ട എടുത്ത് അതൊന്ന് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് നമ്മൾ തട്ട് വെച്ച് അതിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇലയപ്പം നമ്മൾ അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. സംഭവം നല്ല ആവി വരുമ്പോൾ തന്നെ എടുക്കില്ല, കുറച്ചുകൂടെ ഇരിക്കണം. അത് അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. സംഭവം ഞാൻ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കൊരു 5-6 ഇലയപ്പം ഉണ്ട്. നോക്കാം ഇതെങ്ങനെയാണ് സംഭവം എന്ന്. പിന്നെ ഇതിൽ ചിലവർ ഏലക്കയൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇട്ടില്ല. കാരണം ഏലക്കയുടെ ഫ്ലേവർ ഇവിടെ വയ്യായിട്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഏലക്ക ഇട്ടില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൊച്ചിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ന് വന്നിട്ടുണ്ട്. ഇതെടുത്തൊന്ന് കഴിച്ചു നോക്കാം. നല്ല മണമുണ്ട്. മെയിനായിട്ട് ഇതിൽ വരിക്ക ചക്കയാണ്ടാണ് നല്ല മണം. കൂടെ ചക്കയാണെങ്കിൽ ഈ ഒരു മണം കിട്ടൂല. അത് വരിക്കയാണ് ചെയ്തിരിക്കുന്നത്. നല്ല മണമുണ്ട്. സംഭവം നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടുണ്ട്. അതുപോലെ നല്ല തേൻ പോലെയാണ് ഇരിക്കുന്ന സംഭവം. കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. കാണാൻ നല്ല രസമുണ്ട്. ഇനി കഴിച്ചതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാൻ പീസ് എടുത്തപ്പോൾ തന്നെ എൻ്റെ മോള് വന്ന് അവൾ വായും പൊളിച്ച് വന്ന് പപ്പ എനിക്ക് ഇതാന്ന് പറഞ്ഞ് വന്നിരുന്നു. ആദ്യം അവർക്ക് എന്നെ കൊടുത്തു നോക്കുക. അവർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വായിൽ വെച്ച് കൊടുത്ത് ചൂട് കൊച്ച് നല്ല എനിക്ക് ചൂടായിരുന്നു. സംഭവം സെറ്റായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട്. എൻ്റെ മോളാണെങ്കിൽ അത് കഴിച്ചതിന് ശേഷം അവൾക്ക് പിന്നെ വേണമെന്ന് പറഞ്ഞ് അവൾ വന്ന് അവിടെ എന്നെ സ്വന്തമായിട്ട് എടുത്തുനിന്ന് ഞാൻ കൊടുക്കാത്തതുകൊണ്ട് അവിടെ എന്നെ സംഭവം സെറ്റായി കിട്ടി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് വരിക്കച്ചക്കയെ തന്നെ ഉണ്ടാക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. കൂഴച്ചക്കയ്ക്ക് ഈ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. സംഭവം സെറ്റായിരുന്നു.